بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد വിശുദ്ധ റമദാനിൽ 16-ാമത്തെ രാത്രിക്ക് നമ്മളെല്ലാവരും സാക്ഷികളാകുന്നു. ഇത്രയധികം മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുകയും അനുരണനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വചനം അത് ഖുർആൻ മാത്രമാണ്. ഖുർആനിൻ്റെ സവിശേഷമായ ചില രീതികളിൽ ഒന്നു മാത്രമാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അത് വീണ്ടും വീണ്ടും വളരെ ആലോചനയോടെ, ചിന്തയോടെ, അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വായനാരീതി ഉണ്ടായാൽ അതിന് വലിയ അളവിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ വഇദാ സമീഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനുഹും തഫീളു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹി വമാ ജാഅനാ മിനൽ ഹഖ് വനത്മഉ അൻ യുദ്ഖിലനാ റബ്ബനാ മഅൽ ഖൗമിസ് സ്വാലിഹീൻ. സൂറത്തുൽ മാഇദയിലെ ഒരു വചനമാണ്. അവർ അള്ളാഹുവിൻ്റെ റസൂലിന് അവതീർണമാകുന്ന ഖുർആനിനെ അവർ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ണീരുകൾ നിറഞ്ഞ് ഒഴുകും. ഖുർആൻ കേൾക്കുമ്പോൾ അതിനോടുള്ളൊരു പ്രതിപത്തിയാണ് നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്നത്. അവർ അത് മനസ്സിലാക്കുന്നത് സത്യം എന്ന നിലയിൽ തന്നെയാണ്. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബന ആമന്ന ഫക്തുബ്ന മഅശ്ശാഹിദീൻ. അല്ലാഹുവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, സാക്ഷ്യം വഹിക്കുന്നവരോടൊപ്പം പരലോകത്ത് ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി തരേണമേ. എന്നിട്ടവർ വീണ്ടും പറയുന്ന വാക്കാണ് വമാ ലനാ ലാ നുഅ്മിനു ബില്ലാ. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ എന്ത് കാരണമാണുള്ളത്? ഞങ്ങൾക്ക് അത്രയും പരമമായ സത്യം വന്ന് ലഭിച്ചിരിക്കെ, മാത്രവുമല്ല സജ്ജനങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് ഖുർആനിൻ്റെ പാരായണം കേൾക്കുമ്പോൾ കേൾക്കുന്നവരുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വചനം ബോധ്യപ്പെടുത്തിയത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി ആവശ്യപ്പെട്ടു, ഇഖ്റ അലയ്യ, നീ എനിക്ക് കുറച്ച് ഖുർആൻ ഓതി കേൾപ്പിക്കുക. അപ്പൊ ഇബ്നു മസ്ഊദ് ചോദിച്ചു, ഞാൻ എങ്ങനെ അവിടത്തേക്ക് ഖുർആൻ പാരായണം ചെയ്ത് പഠിപ്പിക്കും? അവിടത്തേക്കാണല്ലോ ഈ ഖുർആൻ അവതരിച്ചത്. അപ്പൊ നബി അത് കേൾക്കാനുള്ള ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ ഓതി. ഫഖറഅതു സൂറത്തുൻ നിസാഇ ഹത്താ അത്തൈതു ഇലാ ഹാദിഹിൽ ആയ. ഞാൻ സൂറത്തുൻ നിസാ ഓതിയിട്ട് ഈ ആയത്ത് വരെ എത്തി. ഏതായത്താ? ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ
വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ. അന്ന് മഹ്ശറയിൽ ഓരോ ഉമ്മത്തുകളിൽ നിന്ന് ഓരോ സാക്ഷികളെ കൊണ്ടുവരുന്ന ദിവസം നിന്നെ മുഴുവൻ ജനങ്ങൾക്കും സാക്ഷിയായി ഹാജരാക്കുന്നതാണ്. നബിയെയാണ് മുഴുവൻ അംബിയാ മുർസലുകളുടെയും ഉമ്മത്തുകളുടെ മേൽ ഷഹീദായി കൊണ്ടുവരുന്നത്. ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു, ഖാല ഹസ്ബുക് അൽ ആൻ, ഇപ്പോൾ ഇത്രയും ഓതിയാൽ മതി. അത് കേട്ടപ്പോൾ നബിയുടെ ഒരു അവസ്ഥ ആണ് ഇനി പറയുന്നത്. ഫൽതഫത്തു ഇലൈഹി, അപ്പോൾ ഞാൻ നബിയിലേക്ക് നോക്കി. ഫൈദാ ഐനാഹു തദ്രിഫാൻ, അപ്പൊ നബിയുടെ രണ്ട് കണ്ണും നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. മഹ്ശറയിൽ അള്ളാഹു നബിയെ കൊണ്ടുവരുന്ന ഒരു സന്ദർഭം കേട്ടപ്പോൾ അവിടത്തേക്ക് അനുഭവപ്പെട്ട ഒരവസ്ഥയാണ് ഈ ഹദീസിൽ ബോധ്യപ്പെടുത്തിയത്. ഇമാം ബുഖാരി ആ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫൽ യൽഹഖു ഖലീലൻ വൽ യബ്കു കസീറ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. സൂറത്ത് തൗബയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ സത്യത്തിൻ്റെ പൊരുളുകൾ അറിഞ്ഞാൽ കുറച്ച് മാത്രം നിങ്ങൾ ചിരിക്കുക, കൂടുതൽ നിങ്ങൾ കരയുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അങ്ങനെയാണ് അല്ലാഹു പ്രതിഫലം നൽകുക. ആദ്യം പറഞ്ഞ ആയത്തിൽ മിനൽ ഹക്കാണ്. അള്ളാഹുവിൻ്റെ ദൂതന് അവതീർണമായ ഖുർആനിലെ വിളംബരങ്ങൾ, അതിൻ്റെ പ്രതിപാദനങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർക്കും ആണ് എന്ന പ്രതീതിയിലാണ് ഈ ഭയഭക്തിയൊക്കെ ജനിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാനേ കഴിയില്ല, വളരെ കുറച്ചേ ചിരിക്കുകയുള്ളൂ. നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു, കരഞ്ഞു പോകുമായിരുന്നു എന്ന് അവിടുന്ന് സഹാബികളെ പഠിപ്പിക്കുകയുണ്ടായി. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, ഈ വർത്തമാനം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നുവോ? ഖുർആനിലെ ഈ വിളംബരം. വതദ്ഹഖൂൻ, നിങ്ങൾ ചിരിക്കുന്നു. വലാ തബ്കൂൻ, നിങ്ങൾ കരയുന്നില്ല. വഅൻതും സാമിദൂൻ, നിങ്ങൾ അവഗണിച്ച് അശ്രദ്ധമായി പോവുകയാണ്. ഈ ഖുർആനിൽ നിന്നുള്ള അതിൻ്റെ വിളംബരങ്ങൾ നമ്മളിങ്ങനെ പാരായണം ചെയ്തു പോകുന്നവരാണ്, പക്ഷെ നമ്മൾ അശ്രദ്ധരായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണുകൾ നിറയുന്നില്ല. കേവലം നമ്മൾ വിനോദത്തിലോ ചിരിയിലോ തമാശയിലോ എത്തിപ്പെട്ടു പോകുന്നു എന്നാണ് ഈ ആയത്ത്. സൂറത്തുൻ നജ്മിലെ അവസാനത്തെ ഇനി ഒരായത്ത് കൂടിയുള്ളൂ, അത് സുജൂദ് തിലാവയുടെ ആയത്താണ്. സൂറത്തുൻ നജ്മ് 53-ാം അധ്യായം അവസാനിപ്പിക്കുന്നിടത്ത് അള്ളാഹു അറിയിച്ചത്, ഖുർആനിൻ്റെ പാരായണം തൻ്റെ സ്വന്തം ജീവിതത്തിൽ അത് ഇളക്കി മറിക്കുന്ന ഒരു ആത്മബന്ധം അള്ളാഹുവിനോട് വരുത്തി തീർക്കുന്നതിനാൽ 7 തരം ആളുകൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട അർശിൻ്റെ തണലിൽ ഒരു വിഭാഗമായി എണ്ണപ്പെട്ടത് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവനെ സ്മരിക്കുന്നു, ഓർക്കുന്നു, ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഫഫാലത്ത് ഐനാഹു, അവൻ്റെ 2 കണ്ണുകളും നിറഞ്ഞ് കവിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം അവൻ അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധമാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചു, ലാ യലിജിന്നാർ, നരകത്തിൽ പ്രവേശിക്കുകയില്ല. റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനോടുള്ള ഭയഭക്തി നിമിത്തം കരയുന്ന ഒരാൾ, അത് അയാളുടെ സ്വകാര്യതയിലാണ്. ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യഊദു അൽ ലബ്നു ഫിൽ ലിർഇ,
കറന്നെടുത്ത പാല് തിരിച്ച് അകിടിൽ പ്രവേശിക്കുന്നതുവരെ പറഞ്ഞാൽ സംഭവ്യമല്ല. അള്ളാഹുവിനോടുള്ള ഭയഭക്തി നിമിത്തം, അവനോടുള്ള ഭക്തി ആദരവിന്റെ ആധിക്യത്തിൽ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കുകയില്ല ഒരിക്കലും. വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹ് വദുഖാനു ജഹന്നം. അള്ളാഹുവിന്റെ മാർഗത്തിൽ കാലിൽ പൊടി പറ്റും, ഷർട്ടിലും പൊടി പറ്റും, മുഖത്തും തലയിലും ഒക്കെ നടക്കുമ്പോൾ പൊടിയുണ്ടാവും. അങ്ങനെ പൊടിപടലങ്ങൾ പറ്റിയ അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്ന ഒരാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. വദുഖാനു ജഹന്നം, നരകത്തിലെ തീയും ഈ പൊടിയും ഒരുമിച്ച് ചേരുകയില്ല. അതുകൊണ്ടാണ് അവർക്ക് നരകം നിഷിദ്ധമായി തീർന്നത്. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു 10 മിനിറ്റ് പോലും ഉപയോഗിക്കാൻ നമുക്ക് സമയം കിട്ടൂല. കാരണം നമ്മൾ ദുനിയാവിൽ ഒരുപാട് തിരക്കുള്ളവരും ജോലിയുള്ളവരുമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്ത ഇമാം തുർമുദിയുടെ മറ്റൊരു ഹദീസ് ഉണ്ട്. അതിൽ സമീഅത്തു റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് കേൾക്കുകയുണ്ടായി. യഖൂലു ഐനാനി ലാ തസമ്മുഹുമന്നാറു ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ് വ ഐനുൻ ബാത്തത്ത് തഹറുസു ഫീ സബീലില്ലാഹ്. അതിലൊന്ന് നരകം സ്പർശിക്കുകയില്ല. 2, ഏതൊരു കണ്ണിലാണോ കണ്ണുനീര് ബാഷ്പങ്ങൾ ഉതിർന്നത്, ഏതൊരു കണ്ണാണോ ഉറക്കമൊഴിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമയം ചെലവഴിച്ചത്, ഇത്തരം ആളുകളെ നരകം ബാധിക്കുകയില്ല. ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ ഉദ്ധരിച്ചൊരു ഹദീസ് കൂടിയുണ്ട്. ഇതെല്ലാം ഖുർആൻ കേൾക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ പരമമായ പൊരുളുകളും സത്യങ്ങളും ബോധ്യം വരുന്ന ഒരാളിന് പടച്ചവനോടുണ്ടാകുന്ന ഒരു ഭക്തിയാദര ഹൃദയത്തിന്റെ ചലനമാണ് ഈ പറയുന്ന എല്ലാ വിഷയവും. ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ ഉദ്ധരിച്ച ഹദീസ്, വഹുരിമത്തിന്നാർ, നരകം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, അലാ ഐനിൻ സഹുറത്ത് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിഞ്ഞ ഏതൊരു മനുഷ്യനെയും അള്ളാഹു അവന് നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കുന്നു. ഖത്തബ റസൂലുള്ളാഹ്, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരു ഖുത്ബ നിർവഹിച്ചു. മാ സമീഅതു മിത്ലഹാ ഖത്ത്, ഇതുപോലെ ഒരു ഖുത്ബ പിന്നീട് ഒരിക്കലും കേട്ടിട്ടില്ല. അത്രയും ഗാംഭീര്യമായിരുന്നു അത്. ഖാല ലൗ തഅലമൂന മാ ഇലമു, ഞാൻ മനസ്സിലാക്കുന്ന പോലെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ലളഹിഖ്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, വല ബക്കൈത്തും കസീറ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. അപ്പൊ നബി മനസ്സിലാക്കിയതുപോലെയാണ്, ഖുർആനെ കുറിച്ചാണത്. എന്നിട്ട് അനസ് പറയുകയാണ്, ഖാല ഫഗത്ത അസ്ഹാബു റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ അസ്ഹാബികൾ മുഖം പൊത്തുകയുണ്ടായി. ഉജൂഹുഹും ലഹും ഹനീൻ, അവരുടെ മുഖം 2 കൈകൊണ്ടും പൊത്തിയിട്ട് ഏങ്ങലടിച്ചുകൊണ്ടിരുന്നു, അതിൻ്റെ ആ വിഷമഭാരം കൊണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആൻ ഇനിയുള്ള ദിനങ്ങളിൽ നമ്മൾ വെറുതെ ഒഴിഞ്ഞിരിക്കണം, എന്നിട്ട് ഖുർആനും നമ്മളും മാത്രമാകണം മുൻപിൽ. എന്നിട്ട് അതിൽ 1 ആയത്തോ 2 ആയത്തൊക്കെ ഒരു ദിവസം വായിച്ച് പഠിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് ആ ഖുർആനിൻ്റെ ഓരോ ലഫ്ളും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുക, അള്ളാഹുവിനെ അറിയിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഹൃദയ ബന്ധമുണ്ടാവുന്നത്. മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വിശുദ്ധ റമളാനിലെ 2ാമത്തെ പത്തിൽ അള്ളാഹു വാഗ്ദത്തം ചെയ്ത നരകമോചനവും സ്വർഗവും പാപമോചനവും കാരുണ്യവും എല്ലാം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ,
കുടുംബാദികൾ അള്ളാഹു അവർക്ക് ഈ മഹത്തായ ദിനരാത്രങ്ങളിൽ ചെയ്തു കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ റമളാനിനെ ആദരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين نجنا مما نخاف ونحذر رب ارحمهما كما ربياني صغيرا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.